കാറിൽ കയറിയ ശേഷം ആ മനുഷ്യൻ അബദ്ധത്തിൽ ഫോൺ താഴെയിട്ടു. കൈൻഡ് ഡോഗ് ഫോൺ എടുത്ത് പിന്നാലെ ഓയിട്ടി. വലിയ വേഗത വ്യത്യാസം കാരണം രണ്ടും പെട്ടെന്ന് അകന്നു. പക്ഷേ 10 മിനിറ്റിന് ശേഷം ഒരു മുറ്റത്തിന്റെ ഗേറ്റിൽ നായ കാർ കണ്ടു. ആ മനുഷ്യൻ മുറ്റത്തുണ്ടോ എന്ന് ഉറപ്പില്ല. അതിനാൽ അത് അയാളുടെ ഫോണിലെ എമർജൻസി കോൺടാക്ട് നമ്പറിൽ ഡയൽ ചെയ്തു. കോൺടാക്ട് ആ മനുഷ്യന്റെ ഇളയ സഹോദരിയായിരുന്നു. തന്റെ സഹോദരൻ തന്നെ കളിയാക്കുകയാണെന്ന് അവൾ കരുതി. കോളിന് മറുപടി നൽകിയ ശേഷം നായ കുറിക്കുന്നത് അവൾ കേട്ടു. അയാൾക്ക് തന്റെ ഫോൺ നഷ്ടപ്പെട്ടതായി മനസ്സിലായി. നന്ദി സൂചകമായി അവർ നായയ്ക്ക് ഒരു ഭാഗ് ബീഫ് കൊടുത്തു. നായ ബീഫ് വായിൽ കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ വഴിയിൽ അപകടം കണ്ടെത്തി. മുന്നിലുള്ള റോഡിൽ എപ്പോൾ വേണമെങ്കിലും ഒരു മലയിടിച്ചിൽ സംഭവിക്കാം. പിന്നിൽ നിന്ന് ഒരു കോച്ച് കടന്നുപോകാൻ പോകുകയായിരുന്നു. ബസ്സിൽ കയറാൻ പോകുന്ന യാത്രക്കാരെ തടയാൻ നായ ഉടൻ ഓയിട്ടി. മറ്റ് യാത്രക്കാരും കാറിലെ ഡ്രൈവറും അവരോട് വേഗത്തിൽ കയറാൻ ആവശ്യപ്പെട്ടു. കാറിന്റെ മുൻവശത്ത് നിന്ന് അത് നീങ്ങുന്നത് തടയാൻ നായയ്ക്ക് തടസ്സം നേരിടേണ്ടി വന്നു. ഈ പെരുമാറ്റം എല്ലാവരെയും അതൃപ്തിപ്പെടുത്തി. നായയെ ഓടിക്കാൻ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. നായ സമയം കളയുകയാണെന്ന് കരുതി. ഈ നിമിഷം ഒരു പെൺകുട്ടി എന്തോ ശ്രദ്ധിച്ചു. നായ എന്തിനാണ് ഇത് ചെയ്തതെന്ന് അറിയാൻ അവളും നിരവധി ദയുള്ള യാത്രക്കാരും നായയെ മാറ്റി നിർത്തി. അപ്പോഴാണ് ഡ്രൈവർ അവസരം മുതലെടുത്ത് കാർ ഓടിച്ചു കൊണ്ടുപോയത്. നായ അതിനെ പിന്തുടരാൻ തിടുക്കം കൂട്ടി. പക്ഷേ കാർ വളരെ വേഗതയിലായിരുന്നു. അത് നിലത്ത് കിടന്ന് കുറ്റബോധത്താൽ കരഞ്ഞു. ആ ആളുകൾ നായയെ ആശ്വസിപ്പിക്കാൻ ഓയിട്ടി. പെട്ടെന്ന് ആരുടെയോ ഫോൺ റിംഗ് ചെയ്തു. സമീപത്ത് ഒരു മലയിടിച്ചിൽ ഉണ്ടായെന്നും ഒരു കോച്ച് മണ്ണിനടിയിലായെന്നും ആരും രക്ഷപ്പെട്ടില്ലെന്നും വിളിച്ചയാൾ പറഞ്ഞു. ഒടുവിൽ 4 പേർക്കും നായയെ മനസ്സിലായി. എന്നിട്ടും ആരും അത്തരമൊരു തരം നായയെ ഇഷ്ടപ്പെട്ടില്ല.